ഹലോ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മലയാളം ബിഗ് ബോസിൻ്റെ റീ എൻട്രി തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ പൊന്നെ ബിഗ് ബോസേ, ഇവിടെ ഉള്ള കുൽസിതം കൊണ്ട് തന്നെ വയ്യാതായിരിക്കുക. അതിൻ്റെ ഇടയിലാണ് കേൾക്കാത്ത കുറേ കുൽസിത കഥകൾ. എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഒന്ന് പറഞ്ഞു വിടേണ്ട പൊന്നെ ബിഗ് ബോസ്. എന്തിനാണ് ഇതിനൊക്കെ ആവശ്യം? ആ ഇരിക്കുന്ന ടോപ്പ് 7 കണ്ടസ്റ്റൻസിന് വല്ല പരകായ പ്രവേശം ടാസ്കും കൊടുത്ത് പ്രേക്ഷകർക്ക് ഒന്ന് എന്റർടൈൻ ചെയ്യാനുള്ള വല്ല കണ്ടന്റ് തന്നൂടെ? അല്ലാതെ ഇമ്മാരി ടീംസിനെയൊക്കെ വീട്ടിൽ വിളിച്ച് വരുത്തി വീണ്ടും എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത്? എൻ്റെ പൊന്നെ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വെറുപ്പിക്കുന്ന റീ എൻട്രീസ്. ഇതൊരുമാതിരി ആഗ്രഹം തീരാതെ പോയ ആത്മാക്കളെ പോലെ കളിക്കാൻ പറ്റാതെ പോയ ബിഗ് ബോസ് മത്സരാർത്ഥികൾ എന്ന് പറയേണ്ടി വരും. എൻ്റെ പൊന്നോ, എന്തോന്നായിരുന്നു അവിടെ? എനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ റീ എൻട്രീസ് ഒക്കെ വരുമ്പോൾ അവിടെ കുറച്ച് പോസിറ്റീവ് വൈബ്, കുറച്ച് സന്തോഷം, എല്ലാവരും നല്ലതുപോലെ ചീറപ്പ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് അവിടെ എന്താണിത്? ചന്ത ഇതിനേക്കാളും ഭേദമാണ് കേട്ടോ, സത്യം. അയ്യോ, കുറേ നാറിയ കഥകളും ഇതുവരെ കേട്ട കഥകൾ തന്നെ നമുക്ക് മതിയായിരിക്കുകയാണ്. ഇത് എന്തിനാണ് ഇതൊക്കെ? അറ്റ്ലീസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നൂടെ? ലൈവിൽ കൊണ്ടിടൂ. ഇതൊക്കെ എപ്പിസോഡ് നിർത്തി കളയാൻ എൻ്റെ പൊന്നു ബിഗ് ബോസെ മതിയായി. ഞാനിതിൽ ഒരാളെ മാത്രം മാറ്റി പിടിക്കും കേട്ടോ, ഈ വന്ന റീ എൻട്രീസിൽ ബിൻസി. കാരണം ബിൻസി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യം ശരിയായ രീതിയിൽ പോയിന്റ് ടു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ബിൻസി ഞാൻ മിടുക്കി എന്ന് പറയും. കാരണം ബിൻസി ഇന്നലെ സൂപ്പറായിട്ട് അവിടെ സംസാരിച്ചു. പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്തുകൊണ്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ. കാരണം ബിൻസി അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ബിൻസിയെ കുറിച്ച് പറഞ്ഞ കഥകളെ കുറിച്ചാണ് ബിൻസി ചോദിക്കുന്നത്. അവിടെ വെച്ച് തുടങ്ങിയ കഥകൾ അവിടെ വെച്ച് തന്നെ തീർക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ബിൻസിയുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് ഇത്രയും ദിവസം കേട്ടോണ്ടിരുന്നപ്പോൾ തലവേദന എടുക്കുന്ന ഒരു സൗണ്ട് ആയിരുന്നു. പക്ഷേ ഇന്നലെ ബിൻസി പോയിന്റ് ടു പോയിന്റ് ആയിരുന്നു. പറയുന്ന സംസാരത്തിൽ ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ആ വോയിസ് റേസ് ആവുന്നതനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒന്നും പറയാൻ പറ്റാതെ അണ്ണാക്കി പിരിവെട്ടിരിക്കുകയായിരുന്നു. ആരാണ്? നമ്മുടെ അനുമോൾ. സബ്ജക്ട് അപ്പാണ് ഈ ബിൻസി വിഷയം തന്നെ. ബിൻസി ഇവിടെ കുറ്റക്കാരായിട്ട് പറയുന്നത് അനുവിനെയും ഷാനവാസിനെയാണ്. അതിനകത്ത് തിരികൊളുത്താനായിട്ട് ഷൈത്തിയും ആദിലയും എല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഓഡിയൻസ് പറയുന്നുണ്ട്, അനുവും ഷാനവാസും മാത്രമല്ല, ഇവിടെ ഷൈത്തിയും ആദിലയും നൂറയും ഒക്കെ ഇതിന്റെ പിന്നിൽ കുറ്റക്കാരികൾ തന്നെയാണ്. അവരെല്ലാവരും ഇതിരുന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ വീട്ടിൽ വേറെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന്. അതെ, സംസാരിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ബിൻസി എവിക്റ്റ് ആവുന്ന സമയത്ത് ഷാരികയും മൊണിയിലും കൂടെ ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഷാരിക തിരിച്ചു വന്ന സമയത്ത് രേണു ഇത് ഷാരികയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോയപ്പോൾ ഭയങ്കര അടുപ്പം കാണിക്കലായിരുന്നു എന്നൊക്കെ. ഇതുപോലെ തന്നെ ഷൈത്തിയും ആദിലയും നൂറയും അനുമോളും ഒക്കെ ഇത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അനുമോളും ഷാനവാസും പ്രതികളായിട്ട് നമ്മുടെ ബിൻസി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസി എവിക്റ്റ് ആയി പോയതിനു ശേഷം ഈ അപ്പാണിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അനുവും ഷാനവാസും അപ്പാണിക്ക് അഗേൻസ്റ്റ് കളിച്ചൊരു ഗെയിം ആയിരുന്നു ബിൻസിനെ വെച്ചിട്ടുള്ള ഈ ഒരു വിഷയം. ഇതാണ് PR പുറത്തെടുത്തിട്ട് ഭയങ്കര വലിയ വിഷയമാക്കി ബിൻസിക്ക് നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ബിൻസി ഇവിടെ വന്ന് അനുവിനും ഷാനവാസിനും നേർക്ക് സംസാരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ തന്നെ ഷാനവാസ് അകത്ത് ഗെയിം കളിച്ചെങ്കിലും പുറത്ത് ഷാനവാസിന്റെ PR ആണോ ഇത് ആളി കത്തിച്ചത്? അല്ല, ഇത് ആളി കത്തിച്ചത് അനുവിന്റെ PR തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ദേഷ്യം അവർക്ക് അനുമോളോട് വരുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നു എന്നല്ലാതെ ഈവൻ ഈ പറഞ്ഞ ഷൈത്തിയും അതിലെ നൂറയാണെങ്കിലും അനുമോളുടെ കൂടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംസാരം അവരത് ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇത് ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അനുമോളും ഷാനവാസും മാത്രമാണ്. ഷാനവാസ് എന്ത് വൃത്തികെട്ട ഗെയിമാണെന്ന് ശരത്തിന്റെ പുറകെ നടന്ന് കളിച്ചത്. ഇന്നലെ അക്ബറിനോട് ശരത്ത് പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് മനസ്സിലായോ അവൻ കളിച്ച വൃത്തികെട്ട ഗെയിം എന്താണെന്ന്? ശരത്ത് പോയി അനുമോളോട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണെന്നാണ് അനുമോളുടെ മറുപടി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാളുടെ ജീവിതം വെച്ചിട്ടാണോ വെറുതെ കളിക്കുന്നത്? അപ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട്, വെറുതെ തോന്നാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? അത് നിങ്ങൾ രണ്ടും കൈയൊക്കെ ചേർത്ത് പിടിച്ചിങ്ങനെ അടുത്തടുത്തിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ബിൻസിയുടെ വായിന്ന് നല്ലത് അനുമോൾക്ക് കേട്ടത് കേട്ടോ. സത്യം മിടുക്കി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ബിൻസിനെ. അത് തന്നെയാണ് പറയേണ്ടുന്ന പോയിന്റ്. കാരണം അനീഷിനോട് എന്തൊക്കെയാണ് അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയത്, അതിന്റെ ഒരംശം ബിൻസി കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ച കാര്യമാണത്. ബിൻസി അവിടെ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനുമോളി കാണിച്ച കാര്യങ്ങളൊക്കെ എന്തിനാ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അനുമോളുടെ മറുപടി അതൊരു തമാശയായിരുന്നു എന്നാണ്. അപ്പോൾ അപ്പാണിയുടെ ഫുൾ കൺട്രോളും പോയി. വന്നതിൻ്റെ അന്ന് ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായപദമായി അവിടെ മാറിയിരുന്ന അപ്പാണി ഇന്നലെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പാണിയുടെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ കയ്യിൽ നിന്ന് പോകാതിരിക്കും? ഇമാതിരി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അനുമോൾ അവിടെ കാണിക്കുന്നതൊക്കെ തമാശ, അതിനെ അവിടെ കുറ്റം പറഞ്ഞ് നടക്കാൻ അനീഷിനെ പ്രലോഭിച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ മറ്റുള്ള ഗേൾസ് അവിടെ ആർക്കെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ അങ്ങ് ഒരു അവിഹിത കഥയാക്കി മാറ്റിക്കളയും. ഈ സമയത്താണ് നമ്മുടെ ആദില ഇതുവരെ കേൾക്കാത്ത ഒരു ക്ലെവേജിന്റെ കഥയുമായിട്ട് വരുന്നത്. അതായത് ബിൻസി ഏതൊരു ഡ്രസ്സ് ഇട്ട് ശരത്തിന്റെ അടുത്ത് പോയിരിക്കുന്നത് ക്ലെവേജ് കാണിക്കാനാണെന്നാണ് അനുമോൾ ഇത് പറയുന്നത്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ശൈത്യ അടുത്ത്, നീയും ആ സമയത്തോടെ ഇല്ലായിരുന്നു, നമ്മളിത് ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്? അപ്പോൾ ബിൻസിയും ശരത്തും അക്ബറും എല്ലാം ചോദിക്കുന്നുണ്ട്, നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ശരത്തിന്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള കാര്യം ശരത്തിന് അറിയത്തില്ലേ? ഈ അടുത്ത് പോയി ബിൻസി ഇരിക്കുന്നത് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എങ്ങനെ പറയാൻ പറ്റും അനുമോൾക്ക്? ഇതൊക്കെ എടുത്ത് വെച്ച് ഇവിടെ പറയേണ്ടി വരുന്നത് തന്നെ വളരെ വലിയ കഷ്ടമാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അനുമോൾ അവിടെ ഇരിക്കുന്ന സമയത്തും ഈ പറഞ്ഞ സംഭവം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. ഇതൊന്നും കുറ്റമല്ലല്ലോ. ഇതൊക്കെ ആ ഡ്രസ്സിന്റെ പ്രശ്നം കൊണ്ടിട്ടും എപ്പോഴും നമ്മൾ ക്യാമറ കോൺഷ്യസ് ആയിരിക്കത്തില്ല എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. അല്ലാതെ ഇതൊക്കെ ഒരു വലിയ തെറ്റായിട്ട് ഒരു പെൺകുട്ടി തന്നെ മറ്റൊരു പെൺകുട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അവളവിടെ പോയി ഇരിക്കുക എന്ന് പറയുക, ഇതൊക്കെ എന്തൊരു ലോ ലെവൽ വൃത്തികെട്ട ടോക്കുകളാണ്. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഈ സീസൺ ഇത്രയും അധപ്പതിച്ചൊരു സീസണായി മാറിപ്പോയത്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. തുടക്ക സമയത്ത് എന്തൊരു നല്ല കണ്ടസ്റ്റൻസ്, നല്ല എനർജിയുള്ള, നല്ലതുപോലെ കളിക്കാൻ ആഗ്രഹിക്കുന്ന, കോണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. അതിൽ എന്നോട് തന്നെ എനിക്കിപ്പം പുച്ഛം തോന്നുകയാണ്. സത്യം ഇമാതിരി കോണ്ടന്റുകൾ അതിനുള്ളൊരു സീസൺ വേറെ ഉണ്ടോ? ഇതുപോലത്തെ കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് പ്രേക്ഷകർ വോട്ട് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് കേട്ടോ. ആ ബിഗ് ബോസിന്റെ മേക്കേഴ്സിനും ലാലേട്ടനും പിന്നെ ഈ വർഷത്തെ എഡിറ്റർക്കും കൊടുക്കുന്ന ഒരു അവാർഡ്. സത്യം അവർ 3 ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറായിട്ട്. പിന്നെ ആ സ്പൈക്കുട്ടനും അല്ലാതെ ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ടും റീ എൻട്രീസിനെ കൊണ്ടും തല വരിക്കുക. അനീഷിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ അനുമോൾക്ക് മറുപടികളൊന്നും
ഇല്ല. എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ബിൻസി. പോയിന്റ് ആണ് കേട്ടോ ബിൻസി പറയുന്നത്. ഒരു സെന്റൻസ് പോലും എക്സ്ട്രാ പറഞ്ഞിട്ടില്ല. ബിൻസി പറയുന്നുണ്ട് അനീഷിനെ നീ കിടന്ന് ഇച്ചായ എന്ന് വിളിച്ചതും പാല് പകുതി കൊണ്ട് കൊടുത്തതും ഒക്കെ തമാശയായിരുന്നോ, അതിന്റെ എന്തെങ്കിലും ഞാനിവിടെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമായ കാര്യമല്ലേ, ഞാൻ പുറത്തു പോയ സമയത്താണ് നീയും ഷാനവാസ് ഇതേപോലത്തെ വർത്തമാനങ്ങൾ ഇവിടെ കിടന്ന് പറയുന്നത്. ഞാനുള്ള സമയത്തായിരുന്നെങ്കിൽ രണ്ടിന്റെ മുഖത്ത് കൈ വെച്ചിട്ട് ഞാനിവിടെ നടക്കത്തുള്ളതാണ് ബിൻസി പറയുന്നത് കേട്ടോ. എന്റെ പൊന്നോ, അതൊരു വല്ലാത്ത ഡയലോഗും കാര്യങ്ങളും തന്നെയായിരുന്നു. ബിൻസിക്ക് ഇനി അത് പറയാം, അനുമോൾക്ക് എന്നാ നീ കൈവെന്ന് പറയാനും പറ്റത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞ് ബിൻസി വല്ലതും കൊടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബിൻസിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആകെ നനഞ്ഞു, എന്നാൽ പിന്നെ കുളിച്ച് കയറിയേക്കാന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. സത്യം, കാരണം ഈ ബിൻസിയൊക്കെ ഫെഡപ്പ് ആയിരിക്കാന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുള്ളിക്കാരത്തിയുടെയും ഈ പറയുന്ന ശൈത്യയുടെയും ഈവൻ ബിന്നിയുടെ പോലും യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സ് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. കഷ്ടം തോന്നും കേട്ടോ. അതായത് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെയാണ് വേറെ ആരെങ്കിലും വന്ന് ഇങ്ങനെ പറയുന്നെങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ നേരെ ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇപ്പോഴും ഈ ബിഗ് ബോസിന്റെ ഹാങ് ഓവർ മാറാത്ത ടീംസുകൾ ഇതേപോലത്തെ പേരുകളൊക്കെ ഇവരിങ്ങനെ വിളിച്ച് അതൊരു രസം, മനസ്സിലായില്ലേ? ആ രസം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് തിരിച്ച് റീ എൻട്രിക്ക് കയറുമ്പോൾ ഇവരാരാണോ ഇമാതിരി ഒരു ദുർഘടത്തിലേക്ക് തള്ളിവിട്ടത് അവരെ പോയി ഇതൊക്കെ തിരിച്ചു പറയും എന്നുള്ള കാര്യം കൂടെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതാണ് എനിക്ക് ഇന്നലെ ബിൻസിൽ കാണാൻ പറ്റുക കേട്ടോ. പുള്ളിക്കാരത്തി ഫ്രസ്ട്രേറ്റഡ് ആയി. ഒന്നൊന്നര മാസം ഇതിന്റെ ഒരു വിഷമം കൊണ്ടു നടന്നിട്ട് അതെല്ലാം കൂടെ ഇന്നലെ അങ്ങ് തീർത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ആതിരയുടെ കാര്യം പറയാനാണെങ്കിൽ ഇന്നലെ തന്നെ ശാരിക പറയുന്നുണ്ട് ആദിലയും നൂറയും നല്ല അടിപൊളി ബാക്ക് സ്റ്റാബേഴ്സ് ആണെന്ന്. അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാരണം അവിടെ ആർക്കും പ്രത്യേകിച്ച് ഇൻറ്റിമസിയും കാര്യമൊന്നുമില്ല. അനുമോൾ ഇവരെ പിടിച്ച് ഫ്രണ്ട്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ രഹസ്യങ്ങൾ ഷെയർ അവരത് തുറന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ, മനസ്സിലായില്ലേ? അല്ലാതെ അവരത് മൂടിക്കെട്ടി ഭയങ്കര സുഹൃത്തുക്കളായിട്ടിരിക്കുമെന്നും ഇവിടെ ആരും വിചാരിക്കണം. അവിടെ ആർക്കും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻറ്റിമസി. ഷാനവാസ് അനീഷിനോട് കാണിക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ആതിര നൂറ അനുമോളോടും കാണിക്കുന്നത്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമായി? അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവിടെ എനിക്ക് അപ്പാനിയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചോദിക്കേണ്ട ബിൻസിയോട് നീ അല്ലേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരുന്നത്, ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് വന്നിരുന്നിട്ടില്ലല്ലോ എന്ന്. അത് തീരെ സെൽഫിഷ് ഒരു വർത്തമാനമായി. കാരണം അപ്പാനിയും ബിൻസിയും കൂടെ ചേർത്തിട്ടാണ് അവിടെ ഒരു കാര്യം പറയുന്നതെങ്കിൽ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് നിന്നിട്ട് വേണം ഇത് തീർപ്പാക്കാൻ. ആദ്യം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് അപ്പാനി അതിൽ നിന്ന് സ്വയം അങ്ങ് രക്ഷപ്പെട്ട് മാറിയിട്ട് ബിൻസി അതിൽ കുറച്ച് നേരം കിടന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സംസാരമായിട്ടാണ് എനിക്ക് അവസാനത്തെ ഫീൽ ചെയ്തത്. അത് തീരെ ശരിയല്ല. കാരണം ബിൻസിക്കാണ് അപ്പാനിയെ കാട്ടിയും ഒരുപാട് മേളിൽ ഇത് അഫക്റ്റ് ആവുന്നത്. ഈ സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഷാനവാസ് മുങ്ങാണ്. ഷാനവാസിന് മനസ്സിലായി കളി കയ്യിൽ നിന്ന് പോയി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബിൻസിയുടെ വായിന്ന് അടുത്ത കേൾക്കുന്ന ഷാനവാസിനായിരിക്കുന്നത്. കാരണം ആ രീതിയിലായിരുന്നു ബിൻസി ഇന്നലെ അവിടെ തിളച്ചിരുന്നത്. മാത്രമല്ല ഞാനടക്കമുള്ള പ്രേക്ഷകർ എന്താണോ അനുവിന്റെ മുഖത്തോക്കി പറയാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങൾ തന്നെയാണ് ബിൻസി മുഖത്തോക്കി പറഞ്ഞിട്ടുള്ളത്. നിനക്ക് PR എന്ന് പറഞ്ഞൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്. നിന്റെ ഒരു കഴിവ് കൊണ്ടുമല്ല. പിന്നെ നീ 16 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്താണ് ഇവിടെ ബിന്നി പറഞ്ഞെന്ന് പറയേ വേണ്ട. നീ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴും അനുമോൾ പറയുന്നത് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അത് പറയണ്ട. ഒന്നും കിട്ടാത്തിലും ഭേദമല്ല എന്തെങ്കിലും കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ഭാഗം അങ്ങോട്ട് കൊടുത്താൽ തെറ്റില്ല. അനുമോൾക്ക് കപ്പ് കിട്ടുകയാണെങ്കിൽ 16 ലക്ഷം ഒന്നും പിന്നെ ഒരു എമൗണ്ട് അല്ലല്ലോ. ഇത്ര ദിവസം നിൽക്കുന്ന പേയ്മെന്റ് കൂടെ കിട്ടുവാണല്ലോ. പിന്നെ ഈ 16 ലക്ഷം എന്നൊരു എമൗണ്ട് എല്ലാവരും എടുത്തെടുത്ത് പറയുമ്പോൾ ശരിക്കും അനുമോളുടെ ഭാഗത്തൊരു ശരി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരത്ത് ഇങ്ങനെ അല്ലായിരുന്നു റിയാക്ട് ചെയ്യേണ്ടത്. തുടക്കത്തിൽ ജിസയിൽ അനുവിനെ കുറിച്ചൊരു കള്ളക്കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചപ്പാത്തി എടുത്തു എന്ന് പറഞ്ഞിട്ട്. അന്ന് എന്തൊക്കെയായിരുന്നു അനുവിന്റെ പെർഫോമൻസ്? കരച്ചില്, വിളി, ഒരു ചപ്പാത്തി എടുത്തതിന്റെ പേരിൽ. പിന്നെ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സമയം അനുവിന്റെ പകരം കരച്ചിലുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ വിഷമിച്ച അനുവിന് ഇപ്പൊ എന്തേ ഇത്രയും വലിയൊരു അലിഗേഷൻ വരുമ്പോൾ അതിന് അഗേൻസ്റ്റ് തുറക്കാൻ പറ്റുന്നില്ല? പറയും, നിങ്ങൾ തന്നെ പറയും. അതായത് പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു PR പുള്ളിക്കാരത്തി എടുത്തുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി അവിടെ ഇന്നലെ അണ്ണാക്കി പിരിവെട്ടി കണക്ക് ഇരുന്ന് പോയത്. അനുവിന് തിരിച്ചൊരു മറുപടി ബിൻസിയോട് പറയാനില്ല. ബിൻസിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞ് തീർത്ത് ഇനി ഒറ്റ മനുഷ്യൻ അതിനകത്ത് മിണ്ടാത്ത രീതിയിലാക്കി വെച്ചിട്ടാണ് വന്നത്. അവിടെ അനുവിന്റെ വായി തന്നെ കേൾക്കാൻ പറ്റി ഇത് വെറുതെ പറഞ്ഞിട്ടൊരു കഥയാണ്. ഇത് മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ള പല കഥകളും വെറുതെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശൈത്യ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അനുമോൾ അവിടെ നിന്ന് നീയും ഇതൊക്കെ കേട്ടോണ്ടിരിക്കല്ലോ, നീയും കൂടെ ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ബപ്പ വയ്ക്കുന്ന ശൈത്യനെ കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരത്തി ഇതെല്ലാം അവിടെ കേട്ടോണ്ടിരുന്നു എന്നുള്ളത്. അത് ബേസിക് ആയിട്ട് കാര്യം. പുള്ളിക്കാരത്തി അവിടെ നിന്ന് പുറത്തു പോയി. മാത്രമല്ല ഇതൊരു ഗെയിമായിട്ട് പുള്ളിക്കാരത്തി എടുത്തിട്ടില്ല എന്നൊറ്റ കാര്യം കൊണ്ടിട്ടാണ് ശൈത്യനെ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റാത്തത്. എന്തായാലും അനുമോൾക്ക് ബിൻസിയുടെ വായിന്ന് കൈ നിറച്ച് കിട്ടി കൊള്ളേണ്ട അടുത്ത് കൊണ്ടുവന്ന് വേണം പറയാൻ. പിന്നെ ബിൻസിയുടെ വോയിസ്, ബിൻസിയുടെ ഒരു പ്ലസും മൈനസും അത് തന്നെയാണ് കേട്ടോ. പോയിന്റ്സ് പറയുന്ന സമയത്താണ് ഈ വോയിസിന്റെ ഒരു പ്ലസ് മനസ്സിലാവുന്നത് കേട്ടോ. ഇത്രയും സ്ട്രോങ് വോയിസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ ഇല്ല. കുറച്ച് നാളുടെ ബിൻസി ആ വീട്ടിൽ നിൽക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നി കേട്ടോ. കാരണം ഇപ്പൊ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിനെ കാട്ടിയും കേപ്പബിലിറ്റി കാലിബർ ഉള്ളവരാണ് അവർ. ഇനി അടുത്ത ഉത്സവ കഥ ശാരിക അനു. ഇത് ഞാൻ ആദ്യമായിട്ട് കേക്ക് കേട്ടോ. നൂറയും ശാരികയും തമ്മിൽ പൊരിഞ്ഞാടി വന്നപ്പോൾ തൊട്ടേ ആദിലോട് കിടന്ന് ഉടക്കുന്നു. ആദിലോട് മിണ്ടത്തിന് ശൈത്യയോട് കിടന്ന് അടി വിടുന്നു. ശൈത്യയുടെ അഡ്വക്കേറ്റ് പ്രൊഫഷനെ പറയുന്നു. അപ്പോൾ തിരിച്ച് ശൈത്യ ശാരികയുടെ ഹോട്ട് സീറ്റിനെ കുറിച്ച് പറയുന്നു. ശാരിക പോയി നൂറയുടെ കിടന്ന് അടി വിടുന്നു. ഈ സമയത്ത് നൂറ ഒന്ന് പോതള്ളേന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ആദ്യം ഒരു നഗ്ന സത്യയോടെ നമ്മുടെ ഷാനവാസിനോട് ജിഷിനോട് വെളിപ്പെടുത്തുന്നത്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കും, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അതിന് ഞാൻ മിസ്സാക്കി പോയതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അന്തം വിട്ടു പോയി. ശാരിക എന്തോ കരുതിയിരുന്ന അത്ര അനുമോൾക്ക് ശാരികയോട് ഇഷ്ടമായിരുന്നു എന്ന്. ആ കാര്യം ആദിലോടും നൂറയോടും നമ്മുടെ ശാരിക സൂചിപ്പിച്ചിരുന്നു. അത് ഇവർ പോയി അനുമോളോട് ചോദിച്ചത് ശാരികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് അവിടെ ആദിലെ നൂറേനെ ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചുകൊണ്ട് നടക്കാനുള്ള കാര്യം. ഒടുക്കം ഇത് ഇവിടെ തന്നെ പറഞ്ഞൊന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ് സരികയും ശൈത്യയൊക്കെ ചെന്നിട്ട് ശാരികയോട് പറയുന്നുണ്ട്. ഒടുക്കം ഇവർ വന്നിരുന്ന് സംസാരിച്ച് എന്തൊക്കെ എവിടെയൊക്കെ സോൾവ് ആയെന്ന് തോന്നുന്നു. എന്തായാലും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ശരിക്കറിയത്തില്ല ഈ കുൽസിതങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും ഇവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചെടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഉള്ളത് കൊണ്ട് തന്നെ വയ്യ. അതിൻ്റെ ഇടയിലാണ് ഒരു ക്ലെവേജും അടുത്ത ഒരു ലവ് സ്റ്റോറിയും. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് അതും നമ്മുടെ ഷാനവാസിനോട് നൂറയോടും ശൈത്യയാണ് വെളിപ്പെടുത്തുന്നത്. പ്രവീൺ, ഇന്നലെ പ്രവീൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പ്രവീണുമായിട്ട് ഒരു ലവ് കോമ്പോ പിടിക്കാൻ അനുമോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ക്യാമറയൊക്കെ എപ്പോഴും നമ്മളെ നിരക്ക് നോക്കുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ചേക്കാം എന്ന് പ്രവീണിനോട് അനുമോൾ പറഞ്ഞു എന്നാണ് ശൈത്യ വെളിപ്പെടുത്തുന്നത്.
അപ്പോൾ നൂറ് പറഞ്ഞ എൻ്റെ പൊന്നെ ഇവൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്തതെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് ഈ പറഞ്ഞ സകലമായ കഥകളിലും അനുമോളുണ്ടല്ലോ, ഇവള് പറയുമ്പോൾ മാത്രം എന്താ എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നത്? കണ്ടില്ല, ഞാൻ അന്ന് ആ ഗെയിമിൽ വിശ്വസ്തതയും സത്യസന്ധതയും ഇവർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ എന്നെ കള്ളെന്ന് വിളിച്ചു. അത് നൂറ് ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. അതും പിടിച്ചാണ് ഷാനവാസ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ പോയിന്റ് ഒന്ന് ന്യായീകരിക്കാൻ നോക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ. ഈവൻ അനീഷിന്റെ പ്രപ്പോസൽ പോലും ഇവളെ സംബന്ധിച്ചൊരു ഗെയിമാണ്. അവൾ അതോടെ ചിരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതിൽ തന്നെ ഞാൻ പിടിച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു അനുമോളും ഉണ്ട് കുറേ കുൽസിത കഥകളും അവിഹിത കഥകളും. പുള്ളിക്കാരത്തി എന്ത് കാണിച്ചാലും തമാശ. അത് വെളുപ്പിക്കാൻ കുറേ PR കാരും അന്ത സപ്പോർട്ടേഴ്സും ഭേഷായിട്ടുണ്ട് എന്തായാലും. ഇതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു കാര്യമാണ്, ഇത്രയും ദിവസം അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ മര്യാദ അനുസരിച്ച് ആ അടുക്കളയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മറ്റുള്ളവർ കയറി വന്നാലും ഒരു കുഴപ്പം പറയാതെ നല്ല വൃത്തിക്ക് കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ നെവിൻ. ആ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയാണ് ഇന്നലെ ജിഷിനും രഞ്ജിത്തും കൂടെ പറഞ്ഞിരുന്നത്? അവിടെയാണ് നമ്മൾ അക്ബർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കാണാൻ കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ ഗെയിമിലുള്ള ആളാണ്, എന്നിട്ട് കൂടി വോട്ടിംഗ് ബാധിക്കുമെന്ന് പോലും ശ്രദ്ധിക്കാതെ അപ്പാണിയുടെ പ്രശ്നത്തിൽ ഇന്നലെ കയറി അക്ബർ ഇടപെട്ടു. ഈ നെവിന്റെ കാര്യത്തിലും അക്ബർ കയറി ഇടപെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതേസമയം അനീഷിനെ വന്നിട്ട് രഞ്ജിത്ത് കുറ്റം പറഞ്ഞപ്പോൾ കൂടെ മിത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന ഷാനവാസ് അനീഷിനെ തിരിച്ചു പറയാണ് ചെയ്തത്. അതുപോലെ ഈ വന്ന റീഎൻട്രീസ് അനുമോളെ ടാർഗറ്റ് ചെയ്ത സമയത്ത് ആദിലെ നൂറയൊക്കെ അനുമോൾക്ക് എഗൻസ്റ്റ് എന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് അവിടെ ഇപ്പോൾ ഉള്ളതിൽ ഇത്രയെങ്കിലും ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നെവിന്റെ അക്ബറിന്റെ ആണെന്ന്. നെവിൻ എന്തോ പൂരി എടുക്കാൻ പോയി, ആ സമയത്ത് ജിഷിൻ അത് കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയിട്ട് ആ പൂരി എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക. ജിഷിൻ അവിടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുകൊണ്ടും പുള്ളിക്കാരന്റെ കയ്യിൽ ആ ഒരു ചട്ടുക ഉണ്ടായിരുന്നു. അത് നെവിന്റെ കൈ കയറി കൊള്ളുകയോ എണ്ണ തെറിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരന്റെ കയ്യിൽ എണ്ണ തെറിച്ചിട്ടുണ്ട്. ഇവനെടുത്ത ഫുഡ് ഐറ്റം വേറെ ആരും തിന്നാനാ അവൻ കടിച്ച് തുപ്പിയതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജിഷിൻ എടുത്തിട്ട് അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുവാണ്. ആ സമയത്ത് രഞ്ജിത്ത് പറയാം ഇവൻ വയറും വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുക, തിന്നാൻ നേരം മാത്രം കയറി വരും. എന്തൊക്കെ മോശം വർത്തമാനങ്ങൾ! ഇവരൊക്കെ നല്ല സീസൺ കണ്ടിട്ടിരിക്കുവാണോ? എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? തുടക്ക സമയത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ 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 മോശം. എനിക്കിത് കാണുമ്പോഴത്തേക്കും ഇത്രയും നാൾ കളിക്കാൻ പറ്റാഞ്ഞിട്ട് കിടന്ന് അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രഞ്ജിത്തിനാരും പിന്നെ പറയേ വേണ്ട, ജിഷിനും അത്യാവശ്യം നല്ല ഫ്രസ്ട്രേഷനോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരന്റെ സംസാരം തന്നെ വളരെ മോശം കേട്ടോ. ഭയങ്കര ഒരു വേർതിരിവ് കാണിക്കുന്ന പോലെ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ ഇവനൊക്കെയാണ് ഇവിടെ ടോപ്പ് 7 വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു ഭാവമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് രഞ്ജിത്ത് പറഞ്ഞ് കയറിയിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഇവിടെ കാണത്തില്ല, തിന്നാൻ വേണ്ടി വന്ന് കയറിക്കോളും എന്നൊരു വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കാണ് അക്ബർ അവിടെ കയറി ഇടപെട്ടത്. അവൻ തന്നെയാണ് ഇത്രയും ദിവസം എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നത് 3 നേരം. അതില്ലാന്ന് പറയുന്ന കാര്യമൊക്കെ അങ്ങ് പോക്കറ്റിൽ മടക്കി 4 വെച്ചിരുന്നാൽ മതി എന്ന് അക്ബർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ രഞ്ജിത്തിനോട്. അപ്പോൾ രഞ്ജിത്ത് ഞാനിവിടെ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പഴയ കഥകളൊന്നും പറയണ്ട. ആരാണ് ഇവിടെ പഴയ കഥകൾ പറയുന്നത്? രഞ്ജിത്ത് തന്നെയല്ലേ ഇവിടെ ഫസ്റ്റ് വീക്കിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ നെവിൻ മോഷ്ടിച്ച കഥകളല്ലേ രഞ്ജിത്ത് ഈ പറയുന്നത്, അല്ലാതെ ഇപ്പം ഇന്നത്തെ ദിവസം വെച്ചിട്ടല്ലോ ഈ അളക്കുന്നത് ആണോ? അല്ലല്ലോ. അനീഷിനെയും രഞ്ജിത്ത് ജഡ്ജ് ചെയ്തത് ഫസ്റ്റ് വീക്കിലെ കാര്യം വെച്ചിട്ടല്ലേ. ഇപ്പോൾ രണ ഫാത്തിമ വന്ന് സംസാരിച്ചു, പുള്ളിക്കാരത്തി നല്ലപോലെ കിടന്ന് മാന്തുന്നുണ്ട് അവിടെ സരികേന് രഞ്ജിത്തിന്. പക്ഷേ അവിടെയും ഫസ്റ്റ് വീക്കിൽ രണ പറഞ്ഞ കാര്യമാണല്ലോ രഞ്ജിത്ത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അക്ബറിനോട് പോയി പഴയ കാര്യം എന്ന് പറയണ്ട. മെനഞ്ഞാന്ന് കൂടി അവിടെ ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചത് നെവിനാണ്. ആ ഫുഡാണ് വന്ന് കയറി റീഎൻട്രീസ് കഴിച്ചത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് രഞ്ജിത്ത് പറയാതിരിക്കുന്നതായിരിക്കും രഞ്ജിത്തിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഉള്ള വില കളയാതിരിക്കുക. നിങ്ങളൊക്കെ എന്താ മത്സരിക്കാൻ വന്നതാണോ? ഇങ്ങനെയാണ് എക്സ്ട്രാ ഗെയിം കളിക്കാൻ? ഈ കയറി വരുന്ന റീഎൻട്രീസിന് ആർക്കെങ്കിലും കപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ടോപ്പ് 5 കയറ്റാനോ വല്ല ബിഗ് ബോസ് പറഞ്ഞോ? ഈ വന്ന് കയറിയ റീഎൻട്രീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൂടാതെ ഈ ഹൗസിലുള്ള ആൾക്കാരോടും കിടന്ന് അടി കൂടുക. പണ്ടേ അങ്ങനെയാണല്ലോ തുടക്ക സമയം തൊട്ടേ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആർക്കും കിട്ടരുത് എന്നുള്ളൊരു മട്ടാണ് അവിടെ ഉള്ളത്. ഇമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട. ഒരു ടാസ്ക് എനിക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ആരും ജയിക്കേണ്ട. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിന്റെ പ്രത്യേകതയാണ്. അതിനിടയ്ക്ക് നെവിനോട് ഭയങ്കര വിഷമിച്ച് കരയുന്നുണ്ട് കേട്ടോ. നിന്നോട് ആരുടെ സോറി പറയുന്നത്? നീ ഇറങ്ങി പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നെവിൻ നല്ലൊരു പോയിന്റ് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ജിഷിൻ ചോദിച്ച് മേടിച്ചതാണ്. മര്യാദ അനുസരിച്ച് സംസാരിച്ചിട്ട് പോകാൻ നിന്ന് നെവിൻ്റെ അടുത്ത് പോയിട്ട് ആവശ്യമുള്ളത് നീ പോടാ, നീ ആയിരുന്നാണ് അതിന്റെ വിചാരം എന്നൊക്കെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് നെവിൻ്റെ വായിന്ന് കേട്ടൊരു കാര്യമാണ്. അത് നെവിൻ ഏൺ ചെയ്ത് പറഞ്ഞ കാര്യമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് മാത്രമാണ്, ഐ ആം ദ ഹൗസ് മേറ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ജിഷിൻ അത് നല്ലതുപോലെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ എവിക്റ്റായി പോയപ്പോൾ കിടന്ന് കരഞ്ഞ ആളാണ് ജിഷിൻ. അത്രയും എളുപ്പം എവിക്റ്റായി പോകേണ്ടത് ഒരാളല്ലാന്ന് നമ്മൾ പ്രേക്ഷകരും വിചാരിച്ച വ്യക്തിയാണ് ജിഷിൻ. പക്ഷെ ഉള്ള വാല്യൂ ഇല്ലാതാക്കരുത്. അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അവരുടെ കഴിവ് കൊണ്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ആരോ ആയിക്കോട്ടെ അവരോട് പോയിട്ട് ഇമാതിരി കച്ചറ വർത്തമാനം പറയാൻ പോകരുത്. അതുള്ള ഡീസൻസി കളയുന്ന പ്രവൃത്തിയാണ്. അവിടെ വന്നിട്ടുള്ള ബാക്കി എല്ലാ ആൾക്കാർക്കും നെവിനോടും അനീഷിനോടും ഒരു പ്രശ്നവും ഞാൻ കണ്ടില്ല. ബാക്കി വരുന്ന ആ ശാരീരിക സഹിതം നെവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി പറയാനുള്ള ഏറ്റവും തലവേദന പിടിപ്പിക്കുന്ന ഒരാളാണ് വേറെ ആരുമല്ല, നമ്മുടെ രണ ഫാത്തിമ. പുള്ളിക്കാരത്തി എന്താ അവിടെ കിടന്ന് കാണിക്കുന്നത്? വെറുപ്പീരിന്റെ എക്സ്ട്രീം എന്നാണെങ്കിൽ പറയാം. ആ മുൻഷി രഞ്ജിത്തിനെ ഇവിടെ ഇരുത്തിയ രണ ഫാത്തിമയെ പിടിച്ച് ഇവിടെ ഇരുത്താം. ആ രീതിയിലുള്ള വെറുപ്പീരാണ് രണ്ടാൾക്കാർ റീ എൻട്രിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്താണ് രണ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അവൾ കൊച്ചല്ലേ കുഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൊച്ചും കുഞ്ഞൊന്നും അല്ല, ഇത് വർത്തമാനം പറയാൻ നേരെ ചൊവ്വേ അറിയത്തില്ലേ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇപ്പം നമ്മളൊരു കാര്യം ഒരാളോട് പറയുക, അത് കേൾക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്ത് ഒരു റിയാക്ഷൻ വ്യത്യാസം, അല്ലെങ്കിൽ അയാൾ 2-3 പ്രാവശ്യം പറയുക എനിക്ക് നിങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുകയാണ്. എന്നിട്ടും നമ്മൾ പിന്നെയും കുത്തി നോവിക്കുന്നതിനെ സർക്കാസം എന്നല്ല വിളിക്കുന്നത്, അതിനെ വിളിക്കുന്നത് ചൊറിച്ചിൽ എന്നാണ്. മനസ്സിലായോ? പച്ച മലയാളത്തിൽ പറഞ്ഞ ചൊറിച്ചിൽ. സരിക ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അവർ ഒരു പ്രാവശ്യം അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അവർക്ക് ഫാമിലി വീക്കിൽ അവരുടെ മോനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ മകന് ബിഗ് ബോസ് ഹൗസിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞതാണെന്ന്. ആ സമയത്ത് രണ ഫാത്തിമ പറഞ്ഞത് അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, അടുത്ത ആഴ്ച ചേച്ചി പോകുമല്ലോ എന്നൊരു വർത്തമാനം. അന്ന് സരിക കുറേ കരഞ്ഞതാണ്. ഇന്നലെ രണ കയറി വന്ന സമയത്ത് സരിക കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് സരിക ഒരു സൈഡിൽ പിണങ്ങിയിരുന്നു. എന്താ ചേച്ചി പിണങ്ങിയിരിക്കുന്നത്? അപ്പോൾ സരിക പറഞ്ഞു, നീ എന്നെ
എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചില്ല, അതുകൊണ്ട് വേണ്ട വേണ്ട ഇനി കെട്ടിപ്പിടിക്കണ്ട. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യുക? ഓ അത് ഞാൻ കണ്ടില്ല ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. രേണ ഇവിടെ എന്താ ഇവിടെ കാണിക്കുന്നത്? എന്താ ചേച്ചി നേരത്തെ എവിക്റ്റ് ആയപ്പോൾ എൻ്റെ വിഷമമാണോ? ആരോടും യാത്ര പറയാൻ പറ്റാത്ത സ്റ്റോറൂമിൽ കൂടെ നേരെ അങ്ങ് കൊണ്ടുപോയല്ലേ? ഇതൊക്കെ സർക്കാസവാ? എവിടെ കൊണ്ടിട്ടാണ് ഇതൊക്കെ സർക്കാസ് ആവുന്നത്? അപ്പോൾ ചേച്ചി ഇമോഷണലി വീക്ക് ആണോ? നമ്മളിവിടെ എല്ലാവരും ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ സംസാരിക്കാൻ വേണ്ടി തിരിച്ചറി വന്നതല്ലേ? പിന്നെ എന്തിനാ ചേച്ചിക്ക് ഇതൊക്കെ കയറി കൊള്ളുന്നത്? സർക്കാസം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ആ കുട്ടി കിടന്നങ്ങ് ചൊറിയുക. ഇതേപോലെ ആ രഞ്ജിത്തിൻ്റെ അടുത്ത് പോയി കിടന്നത് സംസാരിക്കുന്നുണ്ട്. രഞ്ജിത്താണെങ്കിൽ ഒന്നാതെ പുള്ളിക്കാരൻ എവിക്റ്റായി പോയ സമയത്ത് രേണ ഫാത്തിമയായിട്ടൊരു ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു മര്യാദയോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. പുള്ളിക്കാരൻ്റെ ഉണ്ട് ഹലോ ബ്രോ മൊടയാണോ? ആദ്യത്തെ ആഴ്ച എവിക്റ്റായി പോയതിന്റെ വിഷമമാണോ? എന്തൊക്കെയാ ചോദിക്കുന്നത് ഈ കുട്ടി? ഓരോരുത്തരെയും എവിക്ഷൻ എടുത്ത് വെച്ചിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. രേണയുടെ എനിക്ക് ഭയങ്കര ബാഡ് ക്യാരക്ടറായിട്ടാണ് ഇന്നലെ ഫീൽ ചെയ്തത്. ഏജ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏജ് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? എന്തിനാണ് ഏജ് ഒരു മാനദണ്ഡമാക്കുന്നത്? കൊച്ചുകുട്ടിയോ വലിയ കുട്ടിയോ അതിന് ബിഗ് ബോസ് കളിക്കാനുള്ള പക്വത ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരു പക്വത ഇല്ലാത്ത ആളാണെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് എടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആ കുട്ടീനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുള്ളൂ. പരസ്പരം ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ഇത്തവണത്തെ കണ്ടസ്റ്റൻസിന്. അതാണ് ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റീസൺ. അതിനിടയിൽ മുൻഷി രഞ്ജിത്തിന്റെ വേറൊരു കോമഡി പരിപാടി ഇതിനോട് 3 ദിവസമേ ഉള്ളൂ, അപ്പോഴാണ് ഇവിടെ ഗെയിം കളിക്കലെന്ന്. ആരാ അവിടെ ശരിക്കും പറഞ്ഞാൽ കളിക്കുന്നത്? അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനൊന്നും നേരെ കണ്ണിൽ പോലും കാണാൻ പറ്റുന്നില്ല. ആ കുട്ടി അവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നതും കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും വന്നിരിക്കുന്ന റീ എൻട്രീസ് താങ്കൾ ഉൾപ്പെടെ. ഇപ്പൊ അത് ആ കണ്ടസ്റ്റൻസിന്റെ ഹൗസ് ആണ്. അവിടെ നിന്ന് എവിക്റ്റായി പോയ ആൾക്കാർ തിരിച്ചു കയറി വന്നിട്ട് അവിടെ ഉള്ളവരെ കുറ്റം പറഞ്ഞാൽ അവർ പിന്നെ മിണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കുമോ? അതുപോലെ ശൈത്യ അതിലോട് ചോദിക്കുകയാണ്, അടുക്കളയിൽ മാത്രമാണല്ലോ എപ്പോഴും വിഷയങ്ങൾ? ആ അടുക്കളയിലാണല്ലോ മെയിൻ കണ്ടന്റ്. അവിടെ അനുമോള് കയറി കഴിഞ്ഞാൽ ഫുൾ പ്രശ്നമാണ്. അവൾ എന്റെ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തരും. അവളോട് പിന്നെ ഞാനൊന്നും പറയാൻ പോകാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു കാര്യം അതിൽ പറഞ്ഞ സത്യമായിട്ട് അനുമോളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുള്ളവർ നന്നാക്കാൻ നോക്കുന്ന സമയം കൊണ്ട് സ്വന്തമായി നന്നായി കൊള്ളാമായിരുന്നു. അപ്പോൾ ഇന്നലെ റീ എൻട്രി ആയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരുകൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. രേണ, പ്രവീൺ, ജിഷിൻ, അഭിലാഷ്, ഇവർ 4 പേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിലാഷ് പിന്നെ വേറെ പ്രശ്നങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇന്നത്തെ റിവ്യൂ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പോലും പുള്ളിക്കാരൻ്റെ പേരെടുത്ത് പറയേണ്ടി വരാഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സിംഗിളായിട്ട് ഒരു റീ എൻട്രി ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ മസ്താനി. ഇപ്പോൾ മസ്താനി വന്നപ്പോൾ തന്നെ നമ്മുടെ ശരത്തിന് ആകപ്പാട് ടെൻഷൻ. ഇങ്ങോട്ടൊന്ന് സംസാരിച്ച് ഞാൻ എന്തോ പറയും, എനിക്കാണെങ്കിൽ അവൾക്കൊന്നും പറഞ്ഞ് സെറ്റാക്കാനില്ല. അപ്പോൾ അക്ബർ പറഞ്ഞു, നീ ഇതിനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിച്ചാൽ നല്ല രീതിയിൽ മിണ്ടുക, അതെല്ലാം മുടയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വർത്താനം പറയുക. അപ്പോൾ മസ്താനി കയറി വരികയാണ്, ഒട്ടും തന്നെ ആക്റ്റീവ് എനർജറ്റിക് ഒന്നുമല്ല. പുള്ളിക്കാരത്തെ ആപ്പാടെ വിഷമമാണ്, ഞാൻ ആകപ്പാടെ ട്രോളി പെട്ടിരിക്കുകയാണ്, എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ താല്പര്യമില്ല, എനിക്ക് അതിനകത്ത് കയറുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് ഫീൽ ചെയ്യുന്നത്, വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് നിർബന്ധിച്ചു, എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എത്തിയെന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ സരികയും അപ്പാണിയും കൂടി ഇരുന്നിട്ട് അക്ബറിനോട് പറയുകയാണ്, പുറത്ത് ഞാൻ എന്താ അനുഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ ഒറ്റത്തി കാരണം ഒരു പെണ്ണ് ഞാൻ ഇവിടെ നിന്ന് ഔട്ടായി പോകുമ്പോഴത്തേക്കും കിടന്ന് കൈയടിക്കുകയാണ്, എന്തായിരിക്കും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത്, നീ തന്നെ ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതിൽ അപ്പാണിക്ക് ഒട്ടും നാണക്കെടേണ്ട ആവശ്യമില്ല. കാരണം അപ്പാണി പോയപ്പോൾ മസ്താനി അവിടെ കൈയടിച്ചതിന്റെ ഫലമാണ് മസ്താനി ഇന്നും കേട്ടോണ്ടിരിക്കുന്ന തെറിവിളികൾ. അതുകൊണ്ട് അത് ആരും അത്ര ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. അത് ഓർത്തിട്ട് അപ്പാണിക്ക് ഒരു വിഷമവും വേണ്ട. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പേഴ്സണലി ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയ കാര്യമാണ്, ഈ ആര്യൻ പുറത്ത് അപ്പാണിയാക്കാൻ വേണ്ടിയിട്ട് മസ്താനിയുടെ കൂടെ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ സരികയും അപ്പാണിയും കൂടെ ഇരുന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ഞെട്ടി പോകുന്നുണ്ട്, ആര്യനോ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ആര്യൻ മസ്താനിയുടെ കൂടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും കണ്ടതാണ്. പക്ഷേ ആ ഇന്റർവ്യൂ അപ്പാണിനെ കളിയാക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുലികളിയുടെ സാധനം വെച്ചു എന്ന് പറയുന്നത് അപ്പാണി പോയപ്പോൾ മാത്രമല്ലോ, അടുത്ത ആഴ്ച മസ്താനി എവിക്റ്റായി പോയപ്പോൾ ആര്യൻ അവിടെ മാസ്ക് വെച്ചിട്ട് കളിച്ച പുലികളിയുടെ ഡാൻസ് ആണല്ലോ ആര്യൻ അവിടെ കാണിച്ചത്. അവിടെ അപ്പാണി എങ്ങനെയാണ് ഹേർട്ട് ആവുന്നത്, അപ്പാണി എങ്ങനെയാണ് ആര്യൻ കളിയാക്കിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് പറഞ്ഞാൽ കൊള്ളാം. കാരണം എനിക്കത് ആര്യന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. ആര്യൻ കാണിച്ചത് അപ്പാണിനെ അല്ല, ആര്യനെ തന്നെയാണ് കാണിച്ചത്. മസ്താനിക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയ ആ ഒരു എവിക്ഷൻ, അതിനെയാണ് അവർ രണ്ടുകൂടെ ട്രോൾ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതൊക്കെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഇത്രയും മോശപ്പെട്ടൊരു സീസൺ ഇന്ന് വരെ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഉണ്ടായിട്ടില്ല. മോശപ്പെട്ട കാര്യങ്ങൾ അവിടെ പലരും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതൊരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അനുവും ഷാനവാസും മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ഈസി ആയിട്ട് സ്കൂട്ടാവാൻ പറ്റുന്നതിന്റെ കാരണം അതാണ്. കാരണം അവരാരും അത് ഗെയിമിലെടുത്ത് യൂസ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒരു ഗോസിപ്പ് മാത്രമായിട്ട് പറഞ്ഞു പോയതല്ല, അതൊരു കണ്ടന്റ് ആയിട്ട് ഗെയിമിൽ യൂസ് ചെയ്ത് പബ്ലിക്കായിട്ട് സംസാരിച്ച് PR-കാർക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അനുവും ഷാനവാസുമാണ്. അതിൽ മെയിൻ ആയിട്ടും അനുവിനെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അനുവിന്റെ എല്ലാ കണ്ടന്റും ഏകദേശം ഇതുപോലത്തെ കണ്ടന്റുകൾ തന്നെയാണ്. പുള്ളിക്കാരത്തേക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാതെ, ഡബിൾ മീനിങ് ഒന്നും ഇല്ലാതെ ഒരു കണ്ടന്റ് ഇല്ല. എന്നിട്ടും ബിൻസി ഇന്നലെ അനുവിനോട് സംസാരിക്കുന്ന ആ വീഡിയോ ഏഷ്യാനെറ്റ് ഇട്ട സമയത്ത് അതിന്റെ താഴത്തെ കമന്റ് സെക്ഷൻ മുഴുവൻ എന്തോ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനുമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി, അനുമോളെ അങ്ങനെ ചെയ്തു, അനുമോളെ ഇങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്ന് അനുമോള് ചെയ്ത കാര്യങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിൻസി ചോദിച്ച പോയിന്റ് അല്ലേ, ബിൻസി അപ്പാണി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അനുമോൾക്ക് ഇങ്ങനെ തോന്നി, അനീഷിനോട് അനുമോള് ചെയ്തൊന്നും കണ്ടപ്പോൾ ആർക്കൊന്നും തോന്നില്ലേ? അതിനൊന്നും പറയാൻ ആരുമില്ല. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാനാണ് ആൾക്കാരെന്ന് കാണുമ്പോഴാണ് അതിശയം തോന്നിപ്പോകുന്നത്. ഫീലിംഗ് പിറ്റി എന്നതാ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞത്, വേറെ ആർക്ക് കപ്പ് കിട്ടിയാലും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.